നീ എനിക്ക് വിധേയപ്പെടുന്നില്ലെങ്കിൽ, നീ നിന്റെ തലകുനിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല, എന്നോടുകൂടെ പങ്കില്ല. ഈ പത്രോസ് എന്ന് പറയുന്ന ആളുടെ മാനസാന്തര നിമിഷങ്ങളാണ് നമ്മൾ ഇതിനെ കാണുന്നത്. പത്രോസിന്റെ അഹങ്കാരം അവിടെയൊന്നും തീർന്നിട്ടില്ല. പക്ഷേ വീണ്ടും നമ്മൾ കാണുന്നത് പത്രോസ് എന്ന് വരുന്ന വ്യക്തിക്ക് വരുന്ന മാറ്റമാണ്. അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. നമുക്ക് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ അന്ത്യത്താഴ രംഗത്തിലെ നിമിഷത്തിലെ ഈ കാലുകഴുകൽ ശുശ്രൂഷ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. കാലുകഴുകിയിട്ട് വന്നിരുന്ന ഈശോ, പത്രോസിന്റെ എളിമയില്ലായ്മയ്ക്ക് ഈശോ മറുപടി കൊടുത്തു. കാലുകഴുകൽ ശുശ്രൂഷ കഴിഞ്ഞ് ഈശോ വന്ന് ഇരുന്നു അവരുടെ ഇടയിൽ. പിന്നെ അവനെ നോക്കാൻ എല്ലാവർക്കും ഒരു നാണക്കേട്. ഈശോ വന്നിരുന്നിട്ട് ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് അവര് വളരെ സൂക്ഷ്മതയോടുകൂടെ നോക്കുക. ഒന്ന് പ്രതീക്ഷിക്കാത്ത ഒന്ന് നടന്നു. അവൻ കാലുകഴുകി, അവൻ കാലുകഴുകി, തന്നെ തന്നെ താഴ്ത്തി, എളിയവനായി. ഇനി അവൻ ചെയ്യാൻ പോകുന്ന കർമ്മമാണ് വളരെയേറെ ശ്രദ്ധയോടുകൂടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. പ്രാർത്ഥന മറക്കരുത് കേട്ടോ. പരിശുദ്ധാത്മാവെ എന്നെ പഠിപ്പിക്കണമേ. ചിന്തയും മനസ്സും എവിടെയായിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്? ഈശോയോടൊപ്പം സെഹിയോനൂട്ടുശാലയിൽ, ഈശോയോടൊപ്പം സെഹിയോനൂട്ടുശാലയിൽ. ഈ 12 പേരെയും ഈശോയെയും ഇമവെട്ടാതെ നമുക്ക് ആത്മീയമായി നോക്കിക്കൊണ്ടിരിക്കാം. ആത്മീയമായ നേത്രങ്ങൾ കൊണ്ട് ഈശോയെയും ഈ ശിഷ്യന്മാരെയും കണ്ടുകൊണ്ടിരിക്കാം. ഈശോ അപ്പം കയ്യിലെടുത്തു, ഈശോ അപ്പം കയ്യിലെടുത്തു, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. എല്ലാ കുർബാനയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നതാ. സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി. ശിഷ്യന്മാരെല്ലാവരും ഈശോയെ തന്നെ നോക്കിയിരിക്കുക. എല്ലാവരും ഈശോയെ. ഈശോ ഒരക്ഷരം മിണ്ടുന്നില്ല. അവന്റെ മുഖം വാടിയിട്ടുണ്ടെന്നും അവന് വേദനിക്കുന്നുണ്ടെന്നും അവർക്ക് മനസ്സിലായി. അവൻ വേദനിക്കുന്നുണ്ട് എന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. പക്ഷേ ആ വേദനയുടെ കാരണം കണ്ടുപിടിച്ച് നമുക്കായിട്ട് എഴുതി തന്നത് യോഹന്നാൻ സ്ലീഹായാണ്. അന്ത്യത്താഴ നിമിഷത്തിൽ യേശുവിന്റെ വശത്തിൽ ചാരിക്കടന്ന് അന്ന് നടന്ന സംഭവങ്ങൾക്ക് മുഴുവൻ സാക്ഷ്യം വഹിച്ച യോഹന്നാൻ സ്ലീഹ യേശുവിന്റെ വേദനയുടെ കാരണം, യേശുവിന്റെ നൊമ്പരത്തിന്റെ കാരണം അടുത്ത തലമുറകൾക്കായിട്ട് തന്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചു. അതാണ് നമ്മൾ വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. ഈ വേദനയുടെ കാരണം, ഈ ദുഃഖത്തിന്റെ കാരണം യോഹന്നാൻ നമുക്കായിട്ട് പറഞ്ഞു വെക്കുകയാ. ഇതറിയാതെ, ഈ യേശുവിനെ അറിയാതെ പ്രിയമുള്ളവരെ ആ തിരുമണിക്കൂറിൽ നമുക്ക് കയറാൻ പറ്റില്ല. ഈ കുർബാന അനുഭവവേദ്യമായിട്ട് അർപ്പിക്കാനും പറ്റില്ല. എന്താ കാരണം? 13-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, ഈ ലോകം വിട്ട് പിതാവിന്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിൽ അവൻ അറിഞ്ഞു. ഈ ലോകം വിട്ട് പിതാവിന്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്ന് അവൻ അറിഞ്ഞു. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഇതൊടുക്കത്തെ അത്താഴമാണെന്ന് അവൻ അറിഞ്ഞു. അവൻ മാത്രം. കൂടെ ഇരിക്കുന്ന 12 പേർക്കും അറിഞ്ഞുകൂടാ ഇതൊടുവിലത്തെ അത്താഴമാണെന്ന്. കൂടെ ഇരിക്കുന്ന 12 പേർക്കും അറിയത്തില്ല. അവന് മാത്രം അറിയാം ഇതൊടുക്കത്തെ അത്താഴമാ, ഇത് അവസാനത്തെ അത്താഴമാ. ഇനിയൊരു അത്താഴമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ അവൻ ഈ അപ്പം കയ്യിലെടുത്തിരിക്കുക. ഒരു കാര്യം ഓർമ്മ വേണം, അവൻ പൂർണ്ണ മനുഷ്യനാണ്, അവൻ പൂർണ്ണ ദൈവവുമാണ്. മനുഷ്യനുള്ള എല്ലാ വേദനയും എല്ലാ നൊമ്പരവും അവന് സ്വന്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യേശുവിന്റെ വേദനയുടെ തീവ്രത നമ്മുടെ വേദനയുടെ തീവ്രത തന്നെ. മക്കളെ കെട്ടിച്ചു വിടുമ്പോ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ദൂരദേശത്തേക്ക് പറഞ്ഞു വിടുമ്പോ മക്കളെ യാത്ര പറയാൻ നേരത്തെ അമ്മച്ചിയുടെ അടുത്ത് വന്ന് പോകുക എന്ന് പറയുമ്പോ നാളെ അവൻ തിരിച്ചു വരുമെന്ന്, അല്ലെങ്കിൽ അവൻ അവിടെ പോയി സുഖമായിട്ട് ജീവിക്കുമെന്നോ, അല്ലെങ്കിൽ ഇവിടെ നല്ല വീട്ടിലേക്കാ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് എന്നൊക്കെ അറിയാമെങ്കിലും ഈ യാത്ര പറയാൻ നേരത്ത് കൈകൂപ്പുമ്പം ഏതൊരമ്മച്ചിയുടെയും കണ്ണൊന്ന് നിറയും. ഏതൊരമ്മച്ചിയുടെയും കണ്ണൊന്ന് നിറയും. മകനോ മകളോ ഒന്ന് യാത്ര പറയുമ്പം നാളെ വരുമെന്ന് തിരിച്ചറിയാമെങ്കിലും, നല്ലതിനാ പോകുന്നതെന്ന് അറിയാമെങ്കിലും യാത്ര പറച്ചില് വേദനാജനകമാ. അങ്ങനെയാണെങ്കിൽ
ഒടുക്കത്തെ അത്താഴം കഴിക്കുന്ന ഈശോയുടെ വേദന ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഒടുക്കത്തെ അത്താഴം കഴിക്കുന്നു. മരിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ, പെട്ടെന്ന് മരിക്കാൻ പോവുകയാണ് എന്ന്, രോഗമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ ചിലർക്കുണ്ടാകുന്ന റിയാക്ഷൻസ് നമുക്കറിയാം, അംഗീകരിക്കാൻ പറ്റും. പ്രിയമുള്ള സഹോദരങ്ങളെ, യോഹന്നാൻ നമുക്കായിട്ട് എഴുതി വെച്ചതാ യേശുവിന്റെ മനസ്സിന്റെ വേദന. ഇതറിഞ്ഞുകൊണ്ട് വേണം കുർബാനയിൽ നിൽക്കുവാൻ വേണ്ടിയിട്ട്. അവൻ ഒടുക്കത്തെ അത്താഴമാ കഴിക്കുന്നത്. രണ്ടാമത് ആ നിമിഷത്തിൽ യേശുവിന്റെ വേദന അല്ലെങ്കിൽ യേശുവിന്റെ മാനസിക ഭാവം. ഈ മണിക്കൂറിലേക്ക് കയറണമെങ്കിൽ കുർബാനയിൽ ഇത് ഓർത്തേ പറ്റൂ. ഈ ലോകത്തിൽ തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് 2-ാമത്തെ തിരുവചനത്തിൽ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നു. തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. പക്ഷേ യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന് ഈശോ അറിഞ്ഞു, ഈശോ മാത്രം. യൂദാസ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നുവെന്ന് ഈശോ അറിഞ്ഞു, ഈശോ മാത്രം. 12 പേർക്കും അറിയത്തില്ല, യൂദാസിന് പോലും. കാരണം യൂദാസ് തമ്പുരാന്റെ ശക്തി അറിഞ്ഞവനാ. യേശു ഒറ്റിക്കൊടുക്കപ്പെടുന്നതിന് ശേഷം മരിക്കുമെന്നറിഞ്ഞിരുന്നെങ്കിൽ, അതറിയാമായിട്ടാണ് ഒറ്റിക്കൊടുത്തതെങ്കിൽ പിന്നെ എന്തിന് യൂദാസ് പോയി തൂങ്ങിച്ചാകണം? തന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് നടന്നതുകൊണ്ടാ അവൻ പോയി തൂങ്ങിച്ചെന്നത്. 30 വെള്ളിക്കാശ് ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത കാശ് എനിക്ക് വേണ്ട. പ്രിയമുള്ളവരെ, നാഥനെ ഒറ്റിക്കൊടുക്കുമെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. തമ്പുരാന്റെ കഴിവ് കണ്ടവനാ യൂദാസ്. എന്റെ ഗുരു കഴിവുള്ളവനാണെന്ന് അറിഞ്ഞവൻ. ഈ നിമിഷം വരെ യൂദാസിനെ എനിക്ക് ഇഷ്ടമാണ്. കാരണം ബാക്കി 11 പേരെക്കാളും ഈശോയുടെ ശക്തി അറിഞ്ഞവനാവൻ. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തില് 15-ാമത്തെ തിരുവചനത്തില് അപ്പം വർദ്ധിപ്പിക്കൽ ശുശ്രൂഷ കഴിഞ്ഞപ്പം 5000-ഓളം വരുന്ന ജനം ഈശോയെ ബലമായിട്ട് പിടിച്ച് രാജാവാക്കാൻ ശ്രമിക്കുന്നത് യൂദാസ് കണ്ണുകൊണ്ട് കണ്ടതാ. യൂദാസ് കണ്ണുകൊണ്ട് കണ്ടതാ. പക്ഷെ 5000 പേര് പിടിച്ചിട്ടും അവനെ തോപ്പിക്കാൻ പറ്റിയില്ല. പിന്നെയാണോ 10 പട്ടാളക്കാർ വന്നാൽ യൂദാസ് കരുതി എന്റെ നാഥൻ അത്രയും വലിയവനാ. 30 വെള്ളിക്കാശന്റെ കയ്യിലിരിക്കും, നാഥൻ രക്ഷപ്പെടുകയും ചെയ്യും. നമ്മൾ പലരും പൈസ ഉണ്ടാക്കാനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ, പ്രിയമുള്ള സഹോദരങ്ങളെ, തമ്പുരാന്റെ പദ്ധതി വേറെയായിരുന്നു, യൂദാസിന്റേതായിരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, യൂദാസിന് പോലും ഈശോ ഒറ്റിക്കൊടുക്കാൻ പോവുകയാണെന്നും മരിക്കാൻ പോവുകയാണെന്നും അറിയത്തില്ല. ഈശോയ്ക്ക് മാത്രം താൻ ഒറ്റിക്കൊടുക്കപ്പെടുകയാണെന്നറിയാം. തന്റെ കൂടെ ഇരിക്കുന്നവൻ അല്പസമയം കഴിയുമ്പോൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ഇവിടെ ഇരിക്കുക. അതുമാത്രമല്ല അവൻ അറിയാവുന്നത്, ഈ ലോകത്തിൽ തനിക്ക് സ്വന്തമായിട്ടുള്ള 12 പേരെയും അവൻ സ്നേഹിച്ചതാ. ഇതിന് ബാക്കിയുള്ളവൻ പത്രോസ് അല്പം കഴിയുമ്പം ഒരു വേലക്കാരി പെണ്ണിന്റെ മുമ്പില് തന്നെ തള്ളിപ്പറയുമെന്നും ഈശോയ്ക്കറിയാം. ഈശോയ്ക്ക് മാത്രം അറിയാം. ആ അന്ത്യത്താഴ രംഗത്തില്, പെസഹായുടെ ആചരണത്തില് വളരെ സന്തോഷത്തോടുകൂടെ യേശുവിന്റെ മാറിടത്തിലേക്ക് ചാരിക്കിടന്ന് പെസഹ ആഘോഷിക്കുന്ന യോഹന്നാൻ അടക്കം ബാക്കി എല്ലാവരും ഈ രാത്രി തന്നെ വിട്ടോടിപ്പോകുമെന്ന് ഈശോയ്ക്കറിയാം. ഈശോയ്ക്ക് മാത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, തമ്പുരാന്റെ മനസ്സിലേക്കൊന്ന് പ്രാർത്ഥനയോടെ നോക്കണം. അന്ത്യത്താഴ രംഗത്തിലേക്ക് പരിശുദ്ധാത്മാവേ ഇതെന്നെ പഠിപ്പിക്കണമേ, ഇത് അനുഭവിക്കാനുള്ള കൃപ തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആ രംഗത്തിലേക്കൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അവൻ സ്നേഹിച്ചതാ. അവസാനം വരെ യോഹന്നാൻ എഴുതി വെച്ചത് ഹൃദയം നുറുങ്ങി എഴുതിയതാ. ആദ്യ അപ്പക്കഷണത്തിന് അവകാശി ഏറ്റവും ഇളയവൻ, ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട യോഹന്നാൻ എന്നുള്ള ശിഷ്യനാണ് ശിഷ്യ സമൂഹത്തിലെ ഏറ്റവും ഇളയവൻ. നമുക്കറിയാം, സഭയുടെ ചരിത്രത്തിലെല്ലാം നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഈശോയുടെ പ്രിയ ശിഷ്യൻ എന്നാണ് യോഹന്നാൻ. പക്ഷേ അന്ത്യത്താഴ നിമിഷത്തില് ആദ്യ അപ്പക്കഷണം ഈശോ കൊടുത്തത് യോഹന്നാൻ അല്ല. അതുകൊണ്ട് തന്നെയാ ഹൃദയം നുറുങ്ങി യോഹന്നാൻ എഴുതി വെച്ചത് അവൻ അവസാനം വരെ സ്നേഹിച്ചുവെന്ന്. ആദ്യ അപ്പക്കഷണം അവൻ ആർക്കാ കൊടുത്തത്? യൂദാസിനാ കൊടുത്തത്. ആദ്യ അപ്പക്കഷണം യൂദാസിനാ കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അതിന്റെ അടയാളമാ
ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നീയാ. നീ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുർബാന നെഞ്ചെടുപ്പോടുകൂടെ, വേദനയോടുകൂടെ, ഹൃദയ സന്തോഷത്തോടുകൂടെ ആഘോഷിക്കണമെങ്കിൽ തമ്പുരാന്റെ ഈ മനസ്സ് കണ്ടേ പറ്റൂ. കുർബാന സ്ഥാപിച്ച അവസരത്തിലെ ഇത് CBSE ഉണ്ടാക്കിയതല്ല. സഭയും വിശുദ്ധ കുർബാനയും എന്നുള്ള ചാക്രിക ലേഖനത്തിലൂടെ